നമസ്കാരം. ഒരു പ്രവാചകൻ, ഒരു ഭീമാകാരമായ പെട്ടകം, പിന്നെ ലോകത്തെയാകെ ശുദ്ധീകരിച്ചൊരു മഹാപ്രളയം. നൂറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്ന മനുഷ്യരാശിയുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ കഥയിലേക്കാണ് നമുക്കിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം: എങ്ങനെയാണൊരു സമൂഹം തങ്ങളെ സൃഷ്ടിച്ച ശക്തിയെ പാടെ മറന്നുപോകുന്നത്? എങ്ങനെയാണ് അവർ സ്വന്തം കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ കല്ലുകളെ ആരാധിക്കാൻ തുടങ്ങുന്നത്? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും നമ്മുടെ കഥ തുടങ്ങുന്നത്. കാരണം ഈ മഹാപ്രളയത്തിന്റെ കഥ തുടങ്ങുന്നത് മഴ കൊണ്ടല്ല, മറിച്ച് നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ഒരു ചെറിയ തെറ്റിൽ നിന്നാണ്. അതായത് തുടക്കം തിന്മ കൊണ്ടായിരുന്നില്ല, സ്നേഹം കൊണ്ടായിരുന്നു. നല്ല മനുഷ്യരെ ഓർക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ കാര്യം എങ്ങനെയാണ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വിഗ്രഹാരാധനയിലേക്ക് ഒരു ജനതയെ കൊണ്ടെത്തിച്ചത്? അപ്പോൾ നമുക്ക് ആദ്യം നൂഹ് നബിയുടെ കഥ തുടങ്ങുന്നതിന് മുൻപുള്ള ആ ലോകത്തേക്ക് ഒന്ന് പോയി നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആ കാലം? അത് വിഗ്രഹങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ടു പോയ ഒരു കാലമായിരുന്നു. നോക്കൂ, ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച ഒന്നല്ല, തലമുറകൾ നീണ്ട ഒരു പ്രക്രിയയായിരുന്നു അത്. ആദ്യം സമൂഹത്തിൽ ജീവിച്ചിരുന്ന 5 നല്ല മനുഷ്യർ, അവരെ ഓർക്കാൻ വേണ്ടി കുറച്ച് പ്രതിമകൾ വെച്ചു. ആരാധിക്കാനൊന്നുമല്ല കേട്ടോ, വെറുതെ അവർ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ തലമുറകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ എന്തുപറ്റി? എന്തിനാണ് ഈ പ്രതിമകൾ വെച്ചത് എന്ന യഥാർത്ഥ കാരണം ആളുകൾ അങ്ങ് മറന്നുപോയി. കഥകളൊക്കെ മാറി മറിഞ്ഞു. അവസാനം ആ കല്ലുകൾക്ക് എന്തോ ഒരു പ്രത്യേക ദൈവിക ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച് അവർ അതിനെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ ഷിർക്ക്, അതായത് ബഹുദൈവാരാധനയുടെ തുടക്കം. അപ്പോൾ ഇങ്ങനെ വിഗ്രഹാരാധനയുടെ ഇരട്ടിൽ മുങ്ങിക്കിടന്നൊരു സമൂഹത്തിലേക്കാണ് നൂഹ് എന്ന പ്രവാചകന്റെ വരവ്. പക്ഷേ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് അത്ര എളുപ്പമുള്ളൊരു വഴിയായിരുന്നില്ല, ഒട്ടുമല്ല. പ്രവാചകനാവുന്നതിനും എത്രയോ മുൻപ് തന്നെ നൂഹ് ആ നാട്ടിലെ എല്ലാവർക്കും ബഹുമാനമുള്ള പ്രിയപ്പെട്ട ഒരാളായിരുന്നു. സത്യസന്ധത കാരണം അൽ അമീൻ, അതായത് വിശ്വസ്തൻ എന്നായിരുന്നു അദ്ദേഹത്തെ അവർ വിളിച്ചിരുന്നത്. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ജിബ്രീൽ എന്ന മാലാഖ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അറിയിച്ചു, അള്ളാഹു അദ്ദേഹത്തെ ഒരു ദൂതനായി, ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ഇവിടെയാണ് ആശയങ്ങളുടെ ഒരു വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത്. നൂഹ് അവരോട് വളരെ ലളിതമായ ഒരു കാര്യമാണ് പറഞ്ഞത്: നിങ്ങൾ ഒരേ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക. പക്ഷേ ആ നാട്ടിലെ നേതാക്കൾക്ക് ഇത് ഒട്ടും ദഹിച്ചില്ല. അവരുടെ പ്രധാന ചോദ്യം ഇതായിരുന്നു: നീ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ലേ, ഒരു ആട്ടിടയൻ. ദൈവം ഒരു ദൂതനെ അയക്കുകയാണെങ്കിൽ അതൊരു മാലാഖിയോ മറ്റോ ആയിരിക്കില്ലേ അയക്കുക? കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ സന്ദേശമായിരുന്നില്ല അവരുടെ പ്രശ്നം, അദ്ദേഹത്തിന്റെ സാധാരണക്കാരൻ എന്ന പദവിയായിരുന്നു. അന്നത്തെ രാജാവായിരുന്ന ധർമാസിൽ നൂഹിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത് ഇതാണ്: നീ വെറുമൊരു ആട്ടിടയനല്ലേ, നിനക്കെങ്ങനെ പ്രവാചകനാകാൻ കഴിയും എന്ന്. ആ ഒരൊറ്റ ചോദ്യത്തിൽ അവരുടെ അഹങ്കാരവും അവിശ്വാസവും എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പരിഹാസങ്ങൾക്കും എതിർപ്പുകൾക്കും ഇടയിലാണ് നൂഹ് നബിയുടെ ദൗത്യത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ആരംഭിക്കുന്നത്. ഒരു നീണ്ട കഠിനമായ പരീക്ഷണം. 950 വർഷങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 9.5 നൂറ്റാണ്ട്. അത്രയും കാലം അദ്ദേഹം തൻ്റെ ജനങ്ങളെ സത്യത്തിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു, രാവും പകലും, രഹസ്യമായും പരസ്യമായും. പക്ഷേ അദ്ദേഹം എത്ര വിളിച്ചിട്ടും അവരുടെ ധിക്കാരം കൂടുകയല്ലാതെ കുറഞ്ഞില്ല. എന്നിട്ടും അദ്ദേഹം തളർന്നില്ല, പിന്മാറിയില്ല. എന്തൊരു ക്ഷമയായിരിക്കും അത്, അല്ലേ? അങ്ങനെ ഇരിക്കെയാണ് അള്ളാഹുവിൽ നിന്ന് അടുത്ത കൽപ്പന വരുന്നത്: ഒരു വലിയ കപ്പൽ, ഒരു പെട്ടകം നിർമ്മിക്കാൻ. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. കപ്പൽ ഉണ്ടാക്കാൻ വേണ്ട മരങ്ങൾ ആ നാട്ടിലില്ല. അപ്പം എന്തു ചെയ്തു? അദ്ദേഹം ആദ്യം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഏകദേശം 40 വർഷമെടുത്തു ആ മരങ്ങൾ വളർന്നു വരാൻ. അതിനുശേഷം കടലോ പുഴയോ ഒന്നും അടുത്തെങ്ങുമില്ലാത്ത ആ മരുഭൂമിയുടെ നടുക്ക് വെച്ച് ഒരു ഭീമാകാരമായ കപ്പൽ പണിയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട നാട്ടുകാർക്ക് കളിയാക്കാൻ പിന്നെ വേറെ വല്ലതും വേണോ? അവർ പറഞ്ഞു നടന്നു, പ്രവാചക പണിയൊക്കെ നിർത്തി ഇപ്പം മരപ്പണിക്കാരനായി എന്ന്. പക്ഷേ ആ പരിഹാസ ചിരികൾ അധികകാലം നീണ്ടുനിന്നില്ല. കാരണം 9.5 നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ദൈവീകമായ ശിക്ഷയുടെ അടയാളങ്ങൾ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ ശിക്ഷയുടെ ആദ്യത്തെ അടയാളം വളരെ വിചിത്രമായ ഒന്നായിരുന്നു. അത് ആകാശത്തുനിന്നുള്ള മഴയൊന്നുമായിരുന്നില്ല, മറിച്ച് നൂഹിൻ്റെ വീട്ടിലെ തന്നൂർ, അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു അടുപ്പ്. ആ അടുപ്പിൽ നിന്ന് തീ കത്തേണ്ട സ്ഥലത്തു നിന്ന് വെള്ളം തിളച്ചു പൊങ്ങാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, തീയും വെള്ളവും. ആ 2 വിപരീതങ്ങൾ ഒന്നിച്ചതായിരുന്നു വരാനിരിക്കുന്ന മഹാവിപത്തിൻ്റെ തുടക്കം. വെള്ളം ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയപ്പോൾ പോലും നൂഹ് നബിക്ക് ഒരേയൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: തൻ്റെ മകൻ. അവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വന്തം മകനെ അദ്ദേഹം അവസാനമായി വിളിച്ചു: എൻ്റെ മോനെ, ഞങ്ങളോടൊപ്പം ഈ കപ്പലിൽ കയറൂ, അവിശ്വാസികളുടെ കൂടെ നിൽക്കരുത്. ഒരച്ഛൻ്റെ ഹൃദയം തകർന്നുകൊണ്ടുള്ള അവസാനത്തെ അപേക്ഷയായിരുന്നു അത്. പക്ഷേ ആ മകൻ എന്താ മറുപടി പറഞ്ഞത്? ഇല്ല, ഞാൻ ഏതെങ്കിലും വലിയ മലയിൽ കയറി രക്ഷപ്പെട്ടോളാം എന്നായിരുന്നു അവൻ്റെ ധിക്കാരം നിറഞ്ഞ മറുപടി.
ആ മറുപടി പൂർത്തിയാകും മുൻപ് അവർക്കിടയിലേക്ക് ഒരു പടുകൂറ്റൻ തിരമാല വന്നു. അതോടെ ആ അച്ഛനും മകനും എന്നേക്കുമായി വേർപിരിഞ്ഞു. ആ ദുരന്തത്തിന്റെ മുഴുവൻ ആഴവും ആ ഒരൊറ്റ നിമിഷത്തിലുണ്ട്. പിന്നീട് സംഭവിച്ചത് ഒരു മഹാവിപത്തായിരുന്നു. ആകാശം അതിൻ്റെ എല്ലാ വാതിലോടും തുറന്ന് കയറുപോലെ വെള്ളം താഴേക്കൊഴുക്കി. അതേസമയം തന്നെ ഭൂമി പിളർന്ന് അടിയിൽ നിന്ന് ഉറവുകളായി വെള്ളം മുകളിലേക്ക് കുതിച്ചു. അവരുടെ വലിയ കൊട്ടാരങ്ങളെല്ലാം കടലാസ് പോലെ തകർന്നു വീണു. അവർ അഭിമാനത്തോടെ ആരാധിച്ചിരുന്ന വദ്, സുവാ പോലുള്ള വലിയ കൽവിഗ്രഹങ്ങൾ ഒന്നൊന്നായി നിലം പതിച്ചു. പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ സർവ്വതും വിഴുങ്ങി. അങ്ങനെ ആ വെള്ളം ഭൂമിയിലെ എല്ലാ തിന്മകളെയും തുടച്ചു നീക്കിയ ശേഷം ലോകം ഒരു പുതിയ തുടക്കത്തിനായി ശാന്തമായി. ഏകദേശം 6 മാസത്തോളം ആ പെട്ടകം വെള്ളത്തിൽ ഒഴുകി നടന്നു. ഒടുവിൽ വെള്ളം വറ്റിത്തുടങ്ങിയപ്പോൾ ആ കപ്പൽ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചുനിന്നു. നൂഹ് നബിയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ഏകദേശം 80ഓളം പേരും ഓരോ തരം മൃഗങ്ങളുടെ ജോഡികളും അവരെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ ലോകത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ നൂഹ് നബി മനുഷ്യരാശിയുടെ 2ാം പിതാവ് എന്നറിയപ്പെട്ടു. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടത്. ഈ മഹാപ്രളയത്തിന്റെ കഥ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ, അതോ ഇത് മനുഷ്യരാശിയുടെ തന്നെ ഒരു പൊതുവായ ഓർമ്മയുടെ ഭാഗമാണോ? അത്ഭുതമെന്ന് പറയട്ടെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ കഥയുടെ പ്രതിധ്വനികൾ നമുക്ക് കാണാൻ പറ്റും. സുമേറിയയിലെ ഗിൽഗമേഷ് ഇതിഹാസത്തിൽ ഉത്നാപിഷ്ടിം എന്ന രക്ഷപ്പെട്ട ആളുടെ കഥയുണ്ട്. നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തിൽ മനുവിന്റെ കഥയുണ്ട്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഡ്യൂക്കാലിയോൺ എന്നൊരാൾ ഒരു പെട്ടകത്തിൽ രക്ഷപ്പെട്ട കഥ പറയുന്നു. എന്തിനധികം പുരാതന ചൈനീസ്, മായൻ, ഇങ്കൺ സംസ്കാരങ്ങളിൽ വരെ ഇതുപോലുള്ള പ്രളയകഥകളുണ്ട്. ചിലപ്പോൾ പേരുകളും വിശദാംശങ്ങളുമൊക്കെ മാറാമായിരിക്കാം, പക്ഷേ ആശയം എപ്പോഴും ഒന്നു തന്നെയാണ്. ഒരു മഹാപ്രളയം, ഒരു കപ്പൽ, രക്ഷപ്പെട്ട കുറച്ചുപേർ, പിന്നെ മനുഷ്യരാശിയുടെ ഒരു പുതിയ തുടക്കം. ഒരുപക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ എല്ലാം പൂർവികർക്ക് അങ്ങനെ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള മായാത്ത ഓർമ്മകൾ ഉണ്ടായിരുന്നു എന്നായിരിക്കാം. അപ്പോൾ നൂഹിന്റെ കാലത്തെ പ്രളയം തുടച്ചു നീക്കിയത് കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെയായിരുന്നു അല്ലേ? ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ ഈ കാലത്ത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകുന്ന കാണാൻ കഴിയാത്ത വിഗ്രഹങ്ങൾ എന്തൊക്കെയാവാം? അത് ചിലപ്പോൾ പണമാവാം, അധികാരമാവാം, പ്രശസ്തിയാവാം, എന്തുമാവാം. ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ കഥയ്ക്ക് ഇന്നത്തെ നമ്മോടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ചിന്തിച്ചു നോക്കൂ.